Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വചനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ദൈവവചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ വചനം അവിടെ മാംസം ധരിച്ച് ആ വ്യക്തിയെ പുതിയ ഒരു വ്യക്തിയായി, പുതിയൊരു ജീവിതക്രമത്തിൻ്റെ ഉടമയാക്കി ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റുന്നത് തൻ്റെ പരിശുദ്ധമായ വചനത്തിലൂടെയാണ്. ഈ സമയങ്ങളിൽ നമ്മൾ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് ദൈവവചനം വ്യാഖ്യാനിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ബിജു വള്ളിപ്പറമ്പിൽ VC എന്ന വൈദികനാണ്. അച്ഛൻ കഴിഞ്ഞ 22 വർഷമായി ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൽസെഷൻ സഭാകമായ ഒരു മിഷണറി ആയിട്ടാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുക. വിൽസെഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് ഇപ്പോൾ ഉഗാണ്ടയിൽ അവിടെയുള്ള സാഞ്ചി എന്ന സ്ഥലത്ത് അച്ഛൻ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അച്ഛനിലൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുക. അച്ഛൻ താമരശ്ശേരി രൂപതയിൽപ്പെട്ട ചക്കിട്ടപ്പാറ ഇടവാംഗമാണ്. പ്രിയമുള്ളവരെ, അച്ഛൻ ശാലോമിൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിന്ന് ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദൈവവിളി ലഭിച്ചു. ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്നു. ബഹുമാനപ്പെട്ട ബിജു അച്ഛനോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. ഏറ്റവും പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ കൃപയും സമാധാനവും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇപ്പോൾ ഈ അനുഗ്രഹ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഞാനായിരിക്കുമ്പോൾ ഒരു ദൈവവചനമാണ് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരിക. 1 തെസ്സലോനിക്ക 5:16 നാം ഇങ്ങനെ വായിക്കുന്നു: എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. പ്രിയമുള്ളവരെ, നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെയാണ് ഞാനിവിടെ നിൽക്കുക. അതിനൊരു കാരണമുണ്ട്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശാലോം ശുശ്രൂഷയുമായി സഹകരിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു. അന്ന് സ്റ്റെല്ല ചേച്ചിയോടൊപ്പം, ബെന്നി സാറിനോടൊപ്പം, മാത്യു സാറിനോടൊപ്പം ഞങ്ങൾ മധ്യസ്ഥം വഹിക്കുമ്പോൾ ഈ ശാലോം ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ വചനത്തോടുമൊപ്പം ഒരു വാഗ്ദാനമുണ്ട്. അന്ന് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശാലോം ശുശ്രൂഷ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഭാവനയിൽ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഈ ശാലോം ടെലിവിഷനിലായിരിക്കുമ്പോൾ അന്ന് നട്ട ആ കൊച്ചു വൃക്ഷം ഇന്ന് ഒരു വടുവൃക്ഷമായി ലോകത്തെമ്പാടും വ്യാപിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ ശാഖകൾ ലോകത്തെമ്പാടും വ്യാപിച്ചിരിക്കുകയാണ്. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇന്ന് ഞാനൊരു വൈദികനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തീർച്ചയായും അന്ന് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ ദൈവവിളിയിൽ, അതുപോലെ തന്നെ വൈദികനാകുവാനായി. എല്ലാവരെയും ഈ വചനം, ഈ രാത്രിയിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ബ്രദർ മാത്യു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, 22 വർഷമായി ഞാൻ ഉഗാണ്ടയിൽ, ആഫ്രിക്കയിലെ ഉഗാണ്ട എന്ന രാജ്യത്ത് ജോലി ചെയ്യുകയാണെന്ന്.
ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മലയാളത്തിൽ ഒരു നീണ്ട പ്രസംഗം പറയുവാനായി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് എന്നെ ഇതിനായി സഹായിക്കുക. ഒരു വചനം ഇങ്ങനെയാണ്, അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം വാക്യം. അവിടുത്തെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, ആഫ്രിക്കയിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ സ്വഹിലി ഭാഷയാണ്. ആ ഒരു ഭാഷയാണ് എനിക്ക് കൂടുതൽ പാഠവം ഇപ്പോൾ. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ഗാനം ആലപിക്കുന്നവർ, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരുടെയും മേൽ ആത്മാവിൻ്റെ നിറവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ ഒരു നിമിഷം ഏറ്റുനിന്ന് പരിശുദ്ധാത്മ നിറവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി ദൈവപിതാവേ, കൈകൾ നീട്ടണമേ. എൻ്റെ മേൽ കൈകൾ നീട്ടണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കൈകൾ നീട്ടണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മ ശക്തിയാൽ നിറയുവാനായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ നിറവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ. നമുക്ക് ഒരുമിച്ച് പാടാം. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ ആത്മാവേ, ഞങ്ങളുടെ മേലും വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയ ആത്മാവേ, അങ്ങയുടെ മക്കളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരണമേ. സ്നേഹത്തിന്റെ ആത്മാവേ, സമാധാനത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, രോഗശാന്തിയുടെ ആത്മാവേ, മക്കളിലേക്ക് ഇറങ്ങി വരണമേ. സ്പർശിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ശ്രീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരുണയുള്ള കർത്താവേ, ഞങ്ങളിപ്പോൾ ഈ അനുഗ്രഹ രാത്രിയിൽ അങ്ങയോടുകൂടി ആയിരിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോടുകൂടി ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ടതില്ലല്ലോ. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ മക്കളെ അങ്ങ് സ്പർശിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് രോഗസൗഖ്യവും അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഈശോയിൽ ഒത്തിരി പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിക്കുന്നവർക്ക് രോഗവും സഹനവും ഉണ്ടാകുമോ? നാം ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം അധ്യായം 11 വാക്യം 5. മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും യേശു സ്നേഹിച്ചിരുന്നു. വീണ്ടും നാം ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 3 വാക്യം. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലാസർ ഇന്ന് രോഗിയാണ്. തങ്ങളുടെ പ്രിയ സഹോദരൻ ലാസർ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ മർത്തായും മറിയവും യേശുവിനെ ഈ സന്ദേശം അറിയിക്കുകയാണ്, കർത്താവേ, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ രോഗിയായിരിക്കുന്നു. ഈ വചനങ്ങൾ നമ്മോട് സംസാരിക്കുകയാണ്, ദൈവം സ്നേഹിക്കുന്നവർക്കും രോഗവും സഹനവും ഉണ്ടാകാം. ദൈവം സ്നേഹിക്കുന്നവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും രോഗവും സഹനവും ഉണ്ടാകാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രോഗവും സഹനവും ഉണ്ടാകുമ്പോൾ ദൈവം എന്താണ് അവർക്ക് വേണ്ടി ചെയ്യുക? തൻ്റെ പ്രിയപ്പെട്ടവർ രോഗത്താലും സഹനത്താലും ജീവിത പ്രശ്നങ്ങളാലും ബുദ്ധിമുട്ടുമ്പോൾ ദൈവം എന്താണ് അവർക്ക് വേണ്ടി ചെയ്യുക? യോഹന്നാന്റെ സുവിശേഷം അധ്യായം 11 വാക്യം 4. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ലാസർ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രിയമക്കൾ രോഗികളാകുമ്പോൾ, ദൈവത്തിൻ്റെ പ്രിയമക്കൾ സഹിക്കുമ്പോൾ ദൈവം തൻ്റെ വചനം അയച്ച് അവരെ സമാശ്വസിപ്പിക്കുന്നു, അവരെ സൗഖ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. തങ്ങളുടെ പ്രിയ സഹോദരൻ ലാസർ രോഗിയായപ്പോൾ മർത്തായും മറിയവും ഒരു മന്ത്രവാദിയുടെയും അടുക്കലേക്കല്ല ഓടിപ്പോയത്. അവർ ഓടിയത് അവരുടെ കർത്താവിൻ്റെ അടുക്കലേക്കാണ്, ദൈവത്തിനെങ്കിലേക്കാണ് അവർ ഓടിയത്. അപ്പോഴാണ് കർത്താവ് ഈ വചനം അവർക്ക് നൽകുക, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ഇതിനുശേഷം നാം ബൈബിളിൽ വായിക്കുന്നു, മാർത്തയും മറിയവും തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ലാസർ മരിച്ച ദുഃഖത്തിലാണ്. ലാസർ മരിച്ചു. ലാസർ മരിച്ചതിന് ലാസറിനെ സംസ്കരിച്ച 4-ാമത്തെ ദിവസമാണ് യേശു ബഥാനിയിലെത്തുക. മാർത്ത യേശുവിനോട് പറയുകയാണ്, ഈശോയെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ യേശു പറയുന്ന ഒരു വചനം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. യേശു മാർത്തയോട് പറയുകയാണ്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 43-44 വചനങ്ങൾ. യേശു തൻ്റെ വചനമയച്ച് ലാസറിനെ ഉയർപ്പിക്കുകയാണ് ഇവിടെ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നാം മറ്റൊരു സൃഷ്ടിയായി മാറുകയാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്ക് നാം പ്രത്യാശയുള്ളവരായി മാറുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ
നാം മറ്റൊരു വ്യക്തിയായി മാറുകയാണ്. ഇതെൻ്റെ ഒരു ചെറിയ സാക്ഷ്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുക. ഒരുപക്ഷെ ഈ സാക്ഷ്യം നിങ്ങൾ ശ്രവിക്കുമ്പോൾ ദൈവവചനത്തെ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹിക്കുവാനും ദൈവവചനം വായിക്കുവാനും ദൈവവചനമനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധനായ ദൈവം നിങ്ങളെ സഹായിക്കും. ഞാൻ ഫിലോസഫി പഠിക്കുന്ന കാലം ഒരു ദിവസം ഇങ്ങനെ ഒരു ന്യൂസ് ഞങ്ങളുടെ ഫിലോസഫിയിലേക്ക് വന്നു. ന്യൂസ് ഇതായിരുന്നു: പ്രൊവിൻഷ്യൽ അച്ഛൻ സെമിനാരി സന്ദർശിക്കുവാനായിട്ട് വരുന്നു. അതോടൊപ്പം മറ്റൊരു റൂമറും ഞങ്ങൾക്ക് കിട്ടി. ഇത്തവണ അച്ഛൻ സെമിനാരിക്കാരെ സന്ദർശിക്കുന്നതോടൊപ്പം ഒരു പ്രധാന കാര്യം കൂടി പറയുവാൻ പോകുകയാണ്. അച്ഛൻ 2 സെമിനാരിക്കാരെ ആഫ്രിക്കയിലേക്ക് വിടുകയാണ്. ആഫ്രിക്കയിൽ മിഷൻ പ്രവർത്തനം നടത്തുവാനായിട്ട് 2 സെമിനാരിക്കാരെ വിടുകയാണ്. ഈ ന്യൂസ് എൻ്റെ ചെവിയിലും എത്തി. സാധാരണ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എല്ലാ വർഷവും ഞങ്ങളെ സന്ദർശിക്കുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ആ ഒരു റൂമർ ഈ വർഷം മുതൽ 2 സെമിനാരിക്കാരെ ആഫ്രിക്കയിലേക്ക് വിടുകയാണ്, അവിടെ മിഷൻ പ്രവർത്തനം നടത്തുവാനായിട്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു പേടി. പ്രത്യേകിച്ച് അച്ഛൻ എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. മറ്റുള്ള സുഹൃത്തുക്കൾ ആരും എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അനാവശ്യമായിട്ട് പേടിക്കുമ്പോൾ ആ പേടിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാനിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ക്ലാസ് ലീഡറിൻ്റെ വിളി വന്നു. ബ്രദർ ബിജുവിനെ പ്രൊവിൻഷ്യൽ അച്ഛൻ വിളിക്കുന്നു. പേഴ്സണൽ കോൺഫറൻസിനായിട്ട് പ്രൊവിൻഷ്യൽ അച്ഛൻ വിളിക്കുന്നു. ഞാൻ ഒത്തിരി പേടിച്ചു. എൻ്റെ മുട്ടുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ചങ്കിലിങ്ങനെ പെരുമ്പറ മുഴുകുകയാണ്. ഞാനൊരു രീതിയിൽ പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ റൂമിലെത്തി. കഥയിൽ മുട്ടി ഉള്ളിലോട്ട് മുറിയിലേക്ക് കടന്നു. അച്ഛൻ വളരെ കാര്യമായിട്ട് എന്നെ ഗ്രീറ്റ് ചെയ്തു. സുഖമൊക്കെയാണോ, എങ്ങനെയൊക്കെ പോകുന്നു, പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ എല്ലാത്തിനും മൂളുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കറിയാം ഇപ്പോഴെന്നെ വിളിച്ചിരിക്കുന്നത് ഒരു പ്രധാന കാര്യം പറയുവാനാണ്. വലിയ ആമുഖമില്ലാതെ തന്നെ അച്ഛൻ ഒരു കാര്യം ഇങ്ങനെ അറിയിച്ചു: ഈ വർഷം 2 സെമിനാരിക്കാരെ നമ്മൾ ആഫ്രിക്കയിലേക്ക് വിടുകയാണ്. അവരവിടെ പഠിക്കുന്നു. അതിനുശേഷം അവിടെ മിഷണറി ആയിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ പ്രൊവിൻഷ്യൽ കൗൺസിൽ ഡിസ്കസ് ചെയ്തു. അപ്പം ഒരാൾ ബ്രദർ ബിജു ആണ്. അപ്പോൾ തന്നെ ഞാൻ പ്രൊവിൻഷ്യൽ അച്ഛനോട് പറഞ്ഞു: അച്ഛാ, ഞാൻ ഒരു കാരണവശാലും ആഫ്രിക്കയിൽ പോവില്ല. കാരണം ഞാൻ കേരളത്തിൽ നിന്ന് പഠിക്കുവാനാണ്. കേരളത്തിൽ എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ജോലി ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബ്രദർ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പ്രാർത്ഥിക്ക്, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് പിന്നീട് മറുപടി പറഞ്ഞാൽ മതി, ഇപ്പോൾ മറുപടിയൊന്നും പറയണ്ട. എനിക്ക് അല്പം ആശ്വാസമായി. ഞാൻ അച്ഛൻ്റെ മുറിയിൽ നിന്നിറങ്ങി അടുത്ത ബ്രദറിനെ വിളിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു: ഞാൻ ആഫ്രിക്കയിലേക്ക് പോകാൻ റെഡിയാണ്. അതിനുശേഷം ഈ ബ്രദർ എൻ്റെ റൂമിലേക്ക് ഓടി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു: ബ്രദർ ബിജു, പ്രൊവിൻഷ്യൽ അച്ഛൻ ബ്രദറിനെ വിളിച്ചു എന്ന് എനിക്കറിയാം. ആഫ്രിക്കയിലേക്ക് പോകുവാൻ ബ്രദർ റെഡിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അച്ഛനോട് മറുപടി പറഞ്ഞു. എന്നോട് ചോദിച്ചു ആഫ്രിക്കയിൽ ജോലി ചെയ്യുവാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയല്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം റെഡിയാണെന്ന് പറഞ്ഞെങ്കിൽ ഇദ്ദേഹം പൊക്കോ, ഞാൻ എന്തായാലും ആഫ്രിക്കയിലേക്ക് വരാൻ റെഡിയല്ല. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം കുറച്ചു കാലം ഇദ്ദേഹം എൻ്റെ മുറിയിൽ ഇങ്ങനെ വന്ന് വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു: ബ്രദറെ, ഞാൻ ആഫ്രിക്കയിൽ പോയില്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ദൈവവിളി നഷ്ടപ്പെടാം. കാരണം ഞാൻ എൻ്റെ വീടുമായിട്ട് ഒത്തിരി അടുത്താണ്, ഞാൻ ഒത്തിരി അറ്റാച്ച്ഡ് എൻ്റെ വീടുമായിട്ട്. ഇത് പറഞ്ഞ് ഈ ബ്രദർ എൻ്റെ മുറിയിൽ നിന്ന് പോയി.
ഞാൻ പിന്നെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ഞാൻ കാരണം ഒരാളുടെ ദൈവവിളി നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ അപരാധമല്ലേ? വീണ്ടും ഞാൻ കാരണം ഒരാൾ ഒരു വൈദികനാകുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ? അവസാനം എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി ഞാൻ പ്രൊഫഷണൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ആഫ്രിക്കയിലേക്ക് പോകാൻ റെഡിയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമ്മൾ ബസ്സിനൊക്കെയാണ് യാത്ര ചെയ്യുക. ഇത്തവണ ഞങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, വിമാനത്തിൽ യാത്ര ചെയ്യുവാനുള്ള ത്രില്ലിനാണിപ്പോൾ. പക്ഷെ അതിനു മുൻപായി എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ അറിയിക്കണം, ഞാൻ ആഫ്രിക്കയിൽ മിഷൻ ജോലി ചെയ്യുവാൻ പോകുകയാണെന്ന്. ഞാൻ ഓർക്കുന്നു, ഞാൻ സെമിനാരിയിൽ ചേർന്നപ്പോൾ ആ ദിവസം അമ്മ പനി പിടിച്ച് കിടന്നു ഏകദേശം ഒരാഴ്ച. ഇപ്പോൾ വീണ്ടും ഞാൻ ആഫ്രിക്കയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഇനി എത്ര ദിവസം അമ്മ പനി പിടിച്ച് കിടക്കും. അമ്മയോട് എങ്ങനെ ഇത് പറയും? കാരണം ഞാൻ അമ്മയോട് ഒത്തിരി അറ്റാച്ച്ഡ് ആണ്. അവസാനം ഞാനൊരു കള്ളം പറയാൻ തീരുമാനിച്ചു, ഒരു ചെറിയ കള്ളം. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ, ഇങ്ങനെ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അത് വളരെ അടുത്താണ്, ഒത്തിരി ദൂരെയൊന്നുമല്ല. എന്നോടിങ്ങനെ പ്രൊവിൻഷ്യലച്ഛൻ പറഞ്ഞു ആഫ്രിക്കയിൽ പോകണം, അവിടെ പോയി പഠിക്കണം, അതിനുശേഷം അവിടെ ജോലി ചെയ്യണം. പക്ഷേ ആഫ്രിക്ക തൊട്ടടുത്താണമ്മേ. ഞാൻ അമ്മയെ ഫോൺ വിളിക്കും അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ലെറ്റർ എഴുതും. എന്തായാലും ഇത് ഒത്തിരി അകലെയുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് അവസാനം അമ്മയുടെ അനുവാദം എനിക്ക് കിട്ടി. പാവം അമ്മയ്ക്കറിയില്ല ആഫ്രിക്ക എവിടെയാണെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷമായി, അമ്മയുടെ അനുവാദം കിട്ടിയല്ലോ. അങ്ങനെ ആഫ്രിക്കയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയാകുകയാണ്. വിമാനത്തിൽ ആദ്യമായിട്ട് പറക്കുവാൻ പോവുകയാണ്. കേരളത്തിൽ നിന്നും ഡാർസലാം എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വിമാനത്തിൽ കയറി. ഡാർസലാമിൽ ഞങ്ങളെത്തി. വിമാനയാത്ര വളരെ നല്ല യാത്രയായിരുന്നു. ഡാർസലാമിലെത്തിയപ്പോൾ ഞങ്ങളെ കാത്ത് അവിടെ 2 വൈദികർ ഉണ്ടായിരുന്നു. അവർ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ഞങ്ങളെ അവർ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ വലിയൊരു ട്രക്കാണ്. ഈ ട്രക്കിൻ്റെ മുമ്പിൽ 3 പേർക്ക് മാത്രമേ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഡ്രൈവർ, അങ്ങനെ 2 അച്ഛന്മാർ. അവർ 2 പേരും മുമ്പിലിരുന്നു. ഞങ്ങൾ ട്രക്കിൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ട്രക്കിൻ്റെ പുറകിൽ കയറി. അവിടെ ഇരിക്കുവാനൊന്നും സ്ഥലമില്ല, നിൽക്കുകയാണ്. ഈ ട്രക്കിൻ്റെ പുറകിൽ അവിടെ ഞങ്ങളുടെ ഒരു വീട് പണിയാണ്. പുതിയ മിഷൻ സ്ഥലത്ത് അച്ഛന്മാർക്കുള്ള വീട് പണിയാണ്. അപ്പോൾ ട്രക്കിൻ്റെ പുറകിൽ മുഴുവൻ ഈ കല്ല്, മണ്ണ്, അതുപോലെ തന്നെ മണൽ, ഇതൊക്കെ എടുത്തതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ. ട്രക്ക് മെല്ലെ മൂവ് ചെയ്യുവാൻ തുടങ്ങി. അതോടൊപ്പം ഈ മണ്ണും പൊടിയും എല്ലാം കൂടെ ഞങ്ങളുടെ മൂക്കിലും വായിലും ശരീരത്ത് മുഴുവൻ. ഒരു അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ മറ്റൊരു ആഫ്രിക്കക്കാരായി. അങ്ങനെ ഈ ട്രക്ക് മെല്ലെ നീങ്ങുകയാണ്. അന്ന് ചെറിയ റോഡാണ്, പക്ഷെ ഒത്തിരി വാഹനങ്ങളുണ്ട്. സമയമെടുത്ത് ഞങ്ങൾ അവിടെ എത്തി. വൈകുന്നേരം 5 മണിയായി. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടേതായിട്ടുള്ള വീടൊന്നുമില്ല. അപ്പോൾ അവിടെയുള്ള ഒരു ചേട്ടത്തി, ഒരു 10-60 വയസ്സുള്ളൊരു ചേട്ടത്തി ഞങ്ങളെ സ്വാഗതം ചെയ്തു. കരീബു സാന, അത് സ്വഹിലി വേർഡാണ്, മോസ്റ്റ് വെൽക്കം. അപ്പം ഞങ്ങൾക്ക് അറിയില്ല, കരീബു എന്താണെന്ന് അറിയില്ല, സാന എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ചിരിച്ചു കാണിച്ചു. അങ്ങനെ ഞങ്ങളെ ഒരു മുറിയിലേക്ക് ഈ ചേട്ടത്തി കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് ഞങ്ങളുടെ ബാഗൊക്കെ അവിടെ വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളോട് 2 പേരോടായിട്ട് പറയാണ് ചേട്ടത്തി, നിങ്ങൾ ഈ മുറിയിലാണ് കിടക്കുക, പക്ഷേ നിങ്ങൾ എൻ്റെ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഇളയ മകൻ 1 മാസം മുമ്പ് ഈ മുറിയിലാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് ആ കാണുന്ന കബറിടത്തിലാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. കർത്താവേ, ഇത് കേട്ടപാടെ ഒരു വല്ലാത്ത ഒരു വിഷമം. ഈ മുറിയിൽ എങ്ങനെ കിടന്നുറങ്ങും? 1 മാസമായിട്ടേ ഉള്ളൂ ഈ ചേട്ടത്തിയുടെ മകൻ മരിച്ചിട്ട്. ആ രാത്രിയിൽ ഒരു തുള്ളി പോലും ഉറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ
ഞങ്ങൾ ആഫ്രിക്കയിലെ ഞങ്ങൾ ജീവിതം തുടങ്ങി. വെള്ളം കോരുവാനായിട്ട് ഒരു 2 കിലോമീറ്റർ പോകണം. അവിടെ നിന്ന് വെള്ളം കോരുമ്പോൾ ചെളിവെള്ളമാണ്, അല്ലാതെ നല്ല വെള്ളമൊന്നും കുടിക്കാൻ അവിടെ ഇല്ല. ചെളിവെള്ളം കോരി ഞങ്ങൾ കൊണ്ടുവരും, ഒരു ബക്കറ്റ് വെള്ളം. ആ ബക്കറ്റിലാണ് ഞങ്ങൾ വാഷ് ചെയ്യുന്നത്. കുടിക്കുവാനായിട്ട് വേറെ വെള്ളം അവിടെ ഞങ്ങൾ വാങ്ങുമായിരുന്നു. രാത്രികളിൽ നമുക്ക് കേൾക്കാം, ഞങ്ങളീ പോകുന്ന അരുവിയിൽ അവിടുന്ന് വെള്ളം കോരുന്ന ആ സ്ഥലത്ത് സിംഹത്തിൻ്റെ അലർച്ച നമുക്ക് കേൾക്കാം രാത്രിയിൽ. പല ദിവസവും തുടക്കത്തിൽ ഉറങ്ങുവാൻ പറ്റിയില്ല. പിന്നീട് മെല്ലെ ഈ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുവാൻ തുടങ്ങി. 1 മാസത്തിനുള്ളിൽ എനിക്ക് മലേറിയ പിടിച്ചു. അപ്പോൾ കുറച്ച് ചേട്ടത്തിമാർ, അവിടെ നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന ചേട്ടത്തിമാർ വന്നിട്ട് പറഞ്ഞു, ബ്രദർ, നൗ യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ സോയിൽ ഓഫ് ആഫ്രിക്ക. എനിക്കൊന്നും പിടുത്തം കിട്ടിയില്ല. ഞാൻ മാമോദീസ സ്വീകരിച്ച ആളാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി അവിടുത്തെ ഒരു കോമൺ രോഗമാണ് മലേറിയ. എല്ലാവർക്കും പിടിക്കുന്ന ഒരു രോഗമാണ് മലേറിയ. മലേറിയ പിടിച്ചതോടുകൂടി ഞാനും അവരിൽ ഒരാളായി എന്ന് അവർ പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 3 മാസത്തിനുള്ളിൽ എനിക്ക് 6 തവണ മലേറിയ പിടിച്ചു. ഈ 6ാമത്തെ മലേറിയ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. 6ാമത്തെ മലേറിയ എന്നെ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. ഏകദേശം 3 ആഴ്ചയോളം ഞാൻ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. കൂടെയുള്ള ബ്രദർ അച്ഛൻ്റെ കൂടെയാണ്, കാരണം അച്ഛൻ അല്പം പ്രായമായ അച്ഛനാണ്. അവർ രണ്ടുപേരും വീട്ടിൽ, ഞാൻ ഒറ്റയ്ക്ക് ഈ ആശുപത്രിയിൽ. ഭാഷ അറിയില്ല. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന എരിവും പുളിയുമുള്ള ഒരു ഭക്ഷണവുമില്ല. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സാധാരണ മലേറിയയ്ക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ക്വിനീൻ. അത് 6 ബോട്ടിൽ അവരെനിക്ക് തന്നു. എന്നിട്ടും എൻ്റെ മലേറിയ കുറയുന്നില്ല. ഭയങ്കര പനി, ഇങ്ങനെ വിറയ്ക്കുകയാണ്, പനിച്ച് തുള്ളുകയാണ്. 3 ബോട്ടിലും കൂടി അവർ കൂട്ടി 9 ഡ്രിപ്പ്, 9 ക്വിനീൻ ഡ്രിപ്പ് നൽകിയപ്പോഴേക്കും എനിക്കെൻ്റെ കണ്ണ് നന്നായിട്ട് കാണുന്നില്ല, അതുപോലെ കേൾക്കാൻ സാധിക്കുന്നില്ലൊന്നും. ഞാൻ വേറൊരു ലോകത്താണ്. എന്നെ അവിടെ പരിചരിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ട്, ആ ഹോസ്പിറ്റലുണ്ടായിരുന്നവർ. ഇവരെ കാണുമ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. ഇവർ വലിയ മനുഷ്യരാണ്. പിന്നെ ഈ മലേറിയയുടെ മെഡിസിൻ എൻ്റെ ശരീരത്തിലോട്ട് കയറിയപ്പോഴേക്കും ഞാൻ ആകെപ്പാടെ മറ്റൊരു ലോകത്തിലായി. ഇവർ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇവരെന്നെ കൊല്ലാൻ വരുന്നതാണ്. ഞാനിങ്ങനെ കാറുമായിരുന്നു. എന്തായാലും 3 ആഴ്ച ആ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇപ്പോഴെനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അച്ഛനാകാനുള്ള ആഗ്രഹമല്ല, എനിക്കെൻ്റെ അമ്മയെ കാണും. എനിക്ക് മറ്റൊരാഗ്രഹവും ഇല്ല, എനിക്കെൻ്റെ അമ്മയെ കാണും. ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കെൻ്റെ അമ്മയെ കാണണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വീട്ടിൽ നമുക്ക് അവധിക്കായിട്ട് പോകാൻ സാധിക്കുന്നത് 3 വർഷത്തിൽ ഒരിക്കലാണ്. ബ്രദർ വന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്കറിയില്ല, നിയമങ്ങളൊന്നും എനിക്കറിയില്ല അച്ഛാ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അപ്പം അച്ഛൻ പറഞ്ഞു, ബ്രദർ പോയി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈശോ അതിനുള്ള ശക്തി തരും, ഇവിടെ നിൽക്കുവാനുള്ള ശക്തി തരും, ഈശോ സമാധാനം തരും. പ്രിയമുള്ളവരെ, ഒരു ദിവസം ഞങ്ങളുടെ ഒരു ചാപ്പല് അവിടെ തന്നെയുള്ളൊരു കുഞ്ഞു മുറിയാണ്. ആ ചാപ്പലിൽ കയറി വൈകുന്നേരം 9 മണിക്ക് മുട്ടുകുത്തി അരളിക്കയിൽ ഈശോ ടബർനാക്കിൽ ഈശോ ഉണ്ട്. ഞാൻ കൈകൾ രണ്ടും മുകളിലേക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തുടക്കം മുഴുവൻ കംപ്ലൈൻ്റ് ആയിരുന്നു. എന്തിനാണ് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ നല്ലൊരു ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഒരു രോഗവും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രോഗം എന്നെ പിടിക്കുന്നത്. ഇവിടെ എനിക്ക് ആരുമില്ല. എനിക്കെൻ്റെ അമ്മയെ കാണുവാനോ ഒന്നും സാധിക്കുന്നില്ല. അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നത് എല്ലാ ആഴ്ചയിലും ഫോൺ വിളിക്കുമെന്നാണ്. എന്നാൽ ആഫ്രിക്കയിൽ ചെന്നതിന് ശേഷം ഫോൺ വിളിക്കുവാനുള്ള സൗകര്യമില്ല. ഫോൺ വിളിക്കണമെങ്കിൽ തന്നെ ഒരു 20 കിലോമീറ്റർ പോകണം. അവിടെ ചെന്നാൽ പോലും ഈ ഫോണ് ക്ലിയർ അല്ല. അതുകൊണ്ട് കത്തുകളാണ് ഞങ്ങൾ എഴുതിയിരുന്നത്.
വീട്ടിൽ അവർ സ്വീകരിച്ച കത്തുകൾ 2 കത്തുകൾ മാത്രമാണ് അവർ വീട്ടിലേക്ക് എനിക്ക് അയക്കുവാൻ കഴിഞ്ഞത്. അവർക്ക് കിട്ടിയത് 2 കത്തുകൾ മാത്രമാണ് എനിക്കും കിട്ടിയത്. അപ്പോഴിങ്ങനെ ഞാൻ ഒരുപാട് കംപ്ലയിൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ തുടക്കത്തിലെ പ്രാർത്ഥനയുടെ തുടക്കം. അതിനുശേഷം ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഇനിയും എനിക്ക് നിന്നിൽ നിന്നൊരു ഉത്തരം വേണം. എനിക്കെൻ്റെ ഈ ദൈവവിളിയെക്കുറിച്ച് എനിക്കൊരു ഉത്തരം വേണം. എന്നെ അങ്ങാണ് ഇവിടെ കൊണ്ടുവന്നത്. എനിക്ക് ഒരു ഉത്തരം തന്നേ പറ്റൂ. പ്രിയപ്പെട്ടവരെയും, ഞാൻ സെമിനാരിൽ ചേരുന്നതിന് മുമ്പേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ദൈവവിളി ഞാൻ തിരഞ്ഞെടുത്തത്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എന്നോട് സംസാരിക്കണം, വചനത്തിലൂടെ എന്നോട് സംസാരിക്കണം. 4 മണി വെളുപ്പിന് ഞാൻ എൻ്റെ ബൈബിൾ തുറന്നു. എനിക്കൊരു വചനം കിട്ടി. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 14 വാക്യങ്ങൾ 1. Do not let your hearts be troubled. Believe in God and believe in me. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ ഒരു വചനം ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ മുട്ടുമേ നിൽക്കുകയാണ്. ഞാൻ വിയർക്കുവാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വിയർക്കുവാൻ തുടങ്ങി. അതിനുശേഷം എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ. അത്രയും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈ വചനം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. വചനം വായിക്കുന്നതിനനുസരിച്ച് ഈ സമാധാനവും സന്തോഷവും എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുവാൻ തുടങ്ങി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് ഒരിക്കലും തോന്നിയില്ല, പിന്നീട് ഒരിക്കലും എനിക്ക് തോന്നിയില്ല എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന്. വീണ്ടും ഒത്തിരി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരു തവണ അല്ലെങ്കിൽ 2-3 തവണയൊന്നും അല്ല മലേറിയ കിട്ടിയത്. എണ്ണുകയാണെങ്കിൽ 100-ൽ കൂടുതൽ തവണ മലേറിയ കിട്ടി. അതുപോലെ ഏകദേശം അതിനടുത്ത് ടൈഫോയിഡ് പനിയും കിട്ടി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഈ ഒരു വചനം വായിച്ചതോടും, ഈ ഒരു വചനം ഈ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഞാൻ ആ ചാപ്പലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഈ ആഫ്രിക്കയിലേക്ക് വന്നത്? ശരിക്കും ഞാൻ ആഫ്രിക്കയിൽ പോയത് ഈശോയ്ക്ക് വേണ്ടിയൊന്നും ആയിരുന്നില്ല. എൻ്റെ സുഹൃത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ദൈവവിളി നഷ്ടപ്പെടണ്ടല്ലോ എന്നോർത്താണ്. അന്നു മുതൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ദൈവമാണ് എന്നെ ഈ മണ്ണിൽ കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം ആദ്യമായി എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് അന്നായിരുന്നു. അതിനുശേഷം ഒരിക്കലും ഞാൻ കംപ്ലൈൻറ്റ് പറയുകയോ അല്ലെങ്കിൽ പിറുപിറുക്കുകയോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് കരയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ മാത്രമാകാതെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ദൈവാനുഭവം ഉണ്ടാകുവാൻ വേണ്ടി, ദൈവവചനത്തിലൂടെ ദൈവാനുഭവം ഉണ്ടാകുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ബൈബിളിൽ ഒത്തിരി വചനങ്ങൾ ഉണ്ട്. ഏകദേശം 8000-ൽ അധികം വചനങ്ങൾ വാഗ്ദാനം അടങ്ങിയ വചനങ്ങളാണ്. ഒരു ബൈബിൾ വചനം നാം വായിക്കുമ്പോൾ അതിൽ ദൈവാത്മാവുണ്ട്, അതുപോലെ തന്നെ അതിൽ ഒരു വാഗ്ദാനമുണ്ട്. നാം ഇങ്ങനെ വായിക്കുന്നു, ഇതൊരു വചനമാണ്. ഏശയ്യയുടെ പുസ്തകം 45-ാം അധ്യായം 2-3 വരെ വാക്യങ്ങൾ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം
ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളുടെ രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം നാം വായിക്കുമ്പോൾ ഇതിനകത്ത് ഒത്തിരി വാഗ്ദാനങ്ങൾ, പ്രോമിസസ് ഉണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞങ്ങളെ ധ്യാന സെൻ്ററുകളിൽ വരുന്ന മനുഷ്യർ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ അടുക്കൽ വരുമ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് അവർക്ക് വചനം നൽകും. വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അവരോട് പറയും. ഒരിക്കൽ ഒരു സ്ത്രീ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ അവിടെ എല്ലാ ഞായറാഴ്ചയും ഈ സ്ത്രീ വരും. ഈ സ്ത്രീയും സ്ത്രീയുടെ 3 കുട്ടികളും. ഇവർ വരുന്നത് നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെ ടോയ്ലറ്റുകൾ വൃത്തിയാക്കുവാൻ വേണ്ടിയാണ്. ഒരു ദിവസം ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്. എൻ്റെ 3 കുട്ടികളും 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ അവർക്കുള്ള സ്കൂൾ ഫീ എനിക്കില്ല. അവർ 3 പേരും നന്നായി പഠിക്കുന്നവരാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഈ വചനം എഴുതി കൊടുത്തു. ഏശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 വരെയുള്ള വാക്യം. ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു, എല്ലാ ദിവസവും ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. അതോടൊപ്പം 9 തവണ ഈ വചനം ചൊല്ലുകയും 9 തവണ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയും ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ഈ സ്ത്രീ ഈ വചനം വായിക്കുമായിരുന്നു. ഒരു ദിവസം ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇനി ഒരാഴ്ചയേ ഉള്ളൂ സ്കൂൾ തുറക്കുവാൻ, ഇതുവരെ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ആ വചനം തന്നെ വായിക്കേ, എത്രയും ദയുള്ള മാതാവേ തുടർന്ന് ചെല്ല്. ഒരു ദിവസം പള്ളിയിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഈ സ്ത്രീ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പരസ്യം കണ്ടു. പരസ്യം ഇതായിരുന്നു, ഒരു സ്കൂളിൻ്റെ പരസ്യം. ഈ സ്കൂളിൽ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെ, നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികളെ അവർ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കും എന്നുള്ളതായിരുന്നു ഈ പരസ്യത്തിൻ്റെ കാതൽ. അപ്പോൾ ഈ സ്ത്രീ തിരിച്ചു വന്നതിനോട് ചോദിച്ചു, അച്ഛാ, ഞാൻ ആ സ്കൂളിൽ ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്ക്, ഈശോ സഹായിക്കും. ഈ സ്ത്രീ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് പ്രിൻസിപ്പാളിനെ കണ്ടു. അപ്പോൾ പ്രിൻസിപ്പൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. കാരണം ഈ 2 കുട്ടികൾക്ക് എല്ലാത്തിനും A+. ഒരാൾ മാത്രമേ ഉള്ളൂ നന്നായിട്ട്, ഒരാൾ മാത്രമേ ഉള്ളൂ ഒത്തിരി നന്നായിട്ട് പഠിക്കാത്തത്. അപ്പോൾ ഈ പ്രിൻസിപ്പൾ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ 2 പേരെയും ഞങ്ങളിവിടെ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ച, എങ്ങനെയാണ് 3ാമത്തെ ആൾ, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും, 3ാമത്തെ ആളെ കൊണ്ട്? അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ 2 കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിൽ ഈ 3ാമത്തെ കുട്ടിയും പഠിച്ചുകൊള്ളും. ഈ 3 കുട്ടികളെയും ഞങ്ങൾ സ്പോൺസർ ചെയ്യുവാൻ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓർക്കുകയാണ്, ഈ 3 കുട്ടികളും ഒരു വലിയ സ്കൂളാണ്, മില്ലേനിയം സ്കൂൾ ഒരു വലിയ സ്കൂളാണ്. ആ സ്കൂളിൽ അവരുടെ പഠനം പൂർത്തിയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു വാക്ക് മാത്രമേ ഉള്ളായിരുന്നു ദൈവത്തോട് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ഉവ്, യെസ് ലോർഡ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, നിന്റെ ഏകപുത്രനെ മോറിയ പ്രദേശത്തുള്ള ഒരു മലമുകളിൽ ദഹനബലിയായി അർപ്പിക്കണം. നമുക്കറിയാം, അബ്രാഹത്തിന് 100 വയസ്സായപ്പോഴാണ് ഇസ്ഹാക്ക് ജനിച്ചത്. ആ പുത്രനെ ദഹനബലിയായി അർപ്പിക്കണമെന്നാണ് ദൈവം അബ്രാഹത്തോട് പറഞ്ഞത്. അപ്പോഴും അബ്രാഹത്തിന് ഒരു വാക്യമുള്ളായിരുന്നു, ഉവ്വ് കർത്താവേ.
ഇന്ന് അബ്രഹാത്തെ നാം വിളിക്കുക വിശ്വാസികളുടെ പിതാവെന്നാണ്. നിന്റെ സന്തതികൾ മണൽത്തരികൾ പോലെ, മണൽപ്പുറത്തെ മണൽത്തരികൾ പോലെ ആയിരിക്കും. നാം എല്ലാം അബ്രഹാത്തിൻ്റെ സന്തതികളാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഇവിടെ പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാം. ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 വാക്യം 38. ഇവിടെ പരിശുദ്ധ അമ്മ വചനത്തോട് പറയുന്ന മറുപടി, അല്ലെങ്കിൽ ദൈവത്തോട് പറയുന്ന മറുപടി ഇതാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വചനത്തോടെപ്പോഴും യേശു പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കറിയാം. പരിശുദ്ധ അമ്മ വചനത്തോട് യേശു പറഞ്ഞപ്പോൾ വചനം മാംസമായി അവളുടെ ഉള്ളിൽ വസിച്ചു. യേശു ക്രിസ്തു അവളുടെ ഉള്ളിൽ രൂപപ്പെട്ടു. മറിയം കോ റിഡീമറായി. രക്ഷകനെ നൽകിയ മറിയം വചനത്തെ സ്നേഹിച്ച മറിയമാണ്. നാം വചനത്തെ സ്നേഹിക്കുമ്പോൾ, നാം വചനത്തെ ധ്യാനിക്കുമ്പോൾ വചനം നമ്മുടെ ഉള്ളിലും മാംസമായി മാറും. യേശു ക്രിസ്തു നമ്മളുടെ ഉള്ളിലും ജനിക്കും. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ബൈബിൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒത്തിരി വചനങ്ങൾ, വാഗ്ദാനത്തിൻ്റെ വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. റോമ 9:6 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ പരാജയമില്ല. അവരുടെ ജീവിതത്തിൽ അധോഗതിയില്ല, പുരോഗതി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വീണ്ടും യെശയ്യാ 55:10-11 നാം ഇങ്ങനെ വായിക്കുന്നു, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിച്ച കാര്യം വിജയപ്രദമായി ചെയ്യും. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദരി, സഹോദര, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ഒരിക്കലും ഫലരഹിതമായി മാറില്ല. ഒരു നിമിഷം നമുക്ക് യേശുവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു വചനം നാം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വചനം പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൃപയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കും. ഈ ഒരു വചനമാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോകുക. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ജെറമ്യാ 17:14. ഈ ഒരു വചനം ഞാൻ ഓർക്കുവാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ ഒരു എയ്ഡ്സ് രോഗി ഞങ്ങളുടെ അടുത്ത് വന്നു. അച്ഛാ, എനിക്ക് ഭക്ഷിക്കുവാനൊന്നുമില്ല, ഞാൻ രോഗിയാണ്, മരുന്നിന് പൈസയില്ല, എന്നെ സഹായിക്കണം. ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് പൈസയൊന്നുമില്ലായിരുന്നു. ധ്യാനം കഴിഞ്ഞ്, പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങിയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ ഈ ഒരു വചനം അയാൾക്ക് പറഞ്ഞു കൊടുത്തു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഉണങ്ങി ശോഷിച്ച ഈ മനുഷ്യൻ ഈ വചനവുമായി പോയി. അദ്ദേഹം ഏകദേശം 1 മാസം ഈ വചനം വായിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ആദ്യം ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴൊരു 35 കിലോഗ്രാമേ ഉള്ളൂ. ഈ വചനം വായിച്ച് ഇദ്ദേഹം ഒരു പേപ്പറുമായിട്ടാണ് വരിക. അത് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ HIV പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഏകദേശം ഇദ്ദേഹം ഒരു 65 കിലോ ഉണ്ട്. അദ്ദേഹം പറയുകയാണ്,
അന്ന് നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെറിയ സാമ്പത്തിക സഹായം തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ വീണ്ടും നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നേനെ. എന്നാൽ ദൈവവചനത്തിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നെ സുഖപ്പെടുത്തി. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നാം ഈ വചനം ക്ലെയിം ചെയ്ത് ഈ വചനം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു പാട്ടിൻ്റെ രൂപത്തിലാണ് നാം പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ വചനം എപ്പോഴും നിങ്ങളോടുകൂടി ആവട്ടെ. അതുപോലെ തന്നെ ഈ വചനം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗം വചനമായ ദൈവം തൊട്ട് നിങ്ങളെ സുഖപ്പെടുത്തട്ടെ. ഈ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ഏറ്റെടുക്കാം. കൈകളടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖപ്പെടും. കർത്താവേ എന്നെ കൈകളടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പാടാം. രക്ഷപ്പെടും. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖപ്പെടും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കൈകളടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഒരുമിച്ച് പാടാം. നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖപ്പെടും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ഒരിക്കൽ കൂടി. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖപ്പെടും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഒരുമിച്ച്. നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ അങ്ങ് പ്രത്യാശ, മാത്രമാണ് എൻ്റെ പ്രത്യാശ. നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ യേശുവേ അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഒരു കൂടി നമുക്ക് പാടാം. യേശു മാത്രമാണ് എൻ്റെ യേശു മാത്രമാണ് എൻ്റെ പ്രത്യാശ. യേശു മാത്രമാണ് എൻ്റെ പ്രത്യാശ, യേശു മാത്രമാണ് എൻ്റെ പ്രത്യാശ, യേശു മാത്രമാണ് എൻ്റെ പ്രത്യാശ, യേശു മാത്രമാണ് എൻ്റെ പ്രത്യാശ, യേശു മാത്രമാണ് അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. യേശു അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. എൻ്റെ പ്രത്യാശ, ഈശോയേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. മാത്രമാണ് എൻ്റെ പ്രത്യാശ. പ്രിയപ്പെട്ടവരെയും നമുക്ക് കണ്ണുകളടയ്ക്കാം. നമ്മുടെ കൈകൾ ഇവിടെയാണോ നമുക്ക് വേദനയും രോഗവും ഉള്ളതെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സൗഖ്യം നമുക്ക് ഈ നിമിഷം അനുഭവിക്കാം. ഒരിക്കൽ കൂടി ഈ പാട്ടിൻ്റെ ഈരടികൾ ജെറമ്യാ 17:14 നമുക്ക് ഏറ്റുചൊല്ലി പാടി പ്രാർത്ഥിക്കാം. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖപ്പെടും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരങ്ങൾ നമ്മെ സ്പർശിക്കുന്നതായി നമുക്ക് അനുഭവിക്കാം. സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖപ്പെടും. യേശുവിൻ്റെ മുറിവേറ്റപ്പെട്ട എന്നെ
കൈകൾ നമ്മെ സ്പർശിക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ. നീ കർത്താവേ, അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ. നീ അങ്ങ് മാത്രമാണ് ഈശോയെ എന്റെ പ്രത്യാശ. നിങ്ങളുടെ വചനത്തെ മുറുകെ പിടിക്കുവാൻ, നിങ്ങളുടെ വചനത്തെ സ്നേഹിക്കുവാൻ എന്നെ അനുവദിക്കണമേ. യേശു മാത്രമാണ് എന്റെ പ്രത്യാശ. യേശു മാത്രമാണ് എന്റെ പ്രത്യാശ. യേശു മാത്രമാണ് എന്റെ പ്രത്യാശ. യേശു മാത്രമാണ് എന്റെ പ്രത്യാശ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.